അപ്പോൾ സഹോദര, ഒരാൾ മുസ്ലിമായാൽ, ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അവൻ്റെ കൂട്ട് മുസ്ലിമീങ്ങളുമായിട്ടായിരിക്കണം. അവൻ ചേർന്ന് നിൽക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഞാൻ ഊന്നി പറയട്ടെ, ദീൻ ജീവിതത്തിൽ പാലിക്കുന്നവരുമായി കൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ് ഉണ്ടായിരിക്കുക. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും താൻ കൂട്ടുകാരനാക്കുന്നത് ആരെയാണ് എന്ന് പരിശോധിക്കട്ടെ. അവൻ്റെ ഒപ്പം നടക്കുന്നവൻ ആരാണെന്ന് പരിശോധിക്കണം. അവൻ ചേർന്ന് നിൽക്കേണ്ടത് ദീനുള്ളവരുമായി കൊണ്ടാണ്. ഇല്ലെങ്കിലോ അവൻ്റെ കേട് ഇവൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ കയറി വരും. അല്ലെ, ഒരു വലിയ ബിരിയാണി ചെമ്പ് അതൊന്നാകെ മോശമാക്കാൻ ഒരു തുള്ളി വശം മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ മനോഹരമായ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂ, ഒരു മോശം കൂട്ടുകാരൻ്റെയും ഒരു നല്ല സഹവാസിയുടെയും ഉപമ ഇനി പറയുന്നതാണ്. കമസലി സാഹിബിൽ മിസ്കി വകീലിൽ ഹദ്ദാദ്, ഒരു നല്ല കൂട്ടുകാരൻ അവൻ അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. ഒരു ചീത്ത കൂട്ടുകാരൻ അവൻ ഇരുമ്പിൻ്റെ ആലയിൽ തീയിലേക്ക് ഊതുന്ന ആ പണിക്കാരനെ പോലെയാണ്, ഇരുമ്പ് പണിക്കാരനെ പോലെയാണ്. പഴയകാലത്തൊക്കെ ഇപ്പോഴുണ്ട് സ്വർണ്ണത്തിൻ്റെ ഒക്കെ തത്താന്മാരുടെ അവിടെ പോയി കഴിഞ്ഞാൽ തീയിലേക്ക് ഇങ്ങനെ അവർ ഊതിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലാ യഅ്ജമുക മിൻ സാഹിബിൽ മിസ്കി, നീ ഒരു അത്തർ വിൽപ്പനക്കാരനോടൊപ്പം ഇരുന്നാൽ അവൻ്റെ അരികിൽ നിനക്കൊരു നഷ്ടമുണ്ടാകാനില്ല. ഇമ്മ തഷ്തരി, ഒന്നല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അത്തർ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും. ഔ തജിദു റീഹഹു, അതുമല്ലെങ്കിൽ ഫ്രീ ആയി നിനക്ക് ആ അത്തറിൻ്റെ മണം ആസ്വദിക്കാൻ പറ്റും. അയാൾ അടുത്ത് വരുന്നാൽ അതിന് പൈസ ഇല്ല, അത് ഫ്രീ ആണ്. അങ്ങനെയാണ് ഒരു നല്ല കൂട്ടുകാരൻ. അയാളുടെ അരികിലിരുന്നാൽ നിനക്ക് എപ്പോഴും അയാളുടെ നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വകീറുൽ ഹദ്ദാദി യുഹ്രിഖു ബദനക ഔ സൗബക, എന്നാൽ ഒരു ആലയുടെ അരികിൽ പോയിരുന്നാൽ, അതിലൂതുന്ന ഒരു പണിക്കാരൻ്റെ അടുക്കൽ പോയിരുന്നാൽ, ഒന്നല്ലെങ്കിൽ അവൻ്റെ തീപ്പൊരി നിന്റെ വസ്ത്രം കരിച്ചു കളയും, അതല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ പൊള്ളലേൽക്കും. അതുമല്ലെങ്കിൽ ഔ തജിദു മിൻഹു റീഹൻ ഖബീസ, അതുമല്ലെങ്കിൽ അവൻ്റെ അരികിലിട്ട് മോശമായ മണം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ഇതാണ് ഒരു നല്ല കൂട്ടുകാരൻ്റെയും മോശം കൂട്ടുകാരൻ്റെയും ഉപമ. മുസ്ലിമീങ്ങൾ അവർ തങ്ങളുടെ കൂട്ടുകാരെ സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കണം. എപ്പോഴും ഷിർക്ക് ചെയ്യുന്ന, ഷിർക്കുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയാൽ ഇത് നിനക്ക് ചെറുതായി തോന്നും, നിസ്സാരമായി തോന്നും. ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് ആ വഴിയിൽ അതിൻ്റെ നടുവിൽ ഒരു മദ്യഷാപ്പുണ്ട് എങ്കിൽ, അല്ലെ, ആദ്യത്തെ ദിവസം അവൻ പോകുമ്പോൾ കള്ളുടിയന്മാർ ഇരിക്കണില്ലേ എന്ന് പറയും. 2ാമത്തെ ദിവസം പറയും. 3ാമത്തെ ദിവസം, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന് അതൊരു പ്രശ്നമുള്ള കാര്യമായി തോന്നില്ല. ജസ്റ്റ് കേവലം കാണുന്നുള്ളൂ. കള്ള് ഷാപ്പിലേക്ക് അവൻ കയറിയിട്ടില്ല. അതിങ്ങനെ കാണുന്നത് തന്നെ അവൻ ആ തിന്മയോടുള്ള ഗൗരവം കുറക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ജാറങ്ങളോ മക്ബറകളോ ഒന്നും ഇല്ലാത്ത നാട്ടിൽ നിന്ന് അറബികളോ മറ്റോ നാട്ടിലേക്ക് വന്നാൽ, അല്ലെ, നമ്മളെ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഓരോ ജാറം കാണുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ അവർക്കിത് മനസ്സിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. നമുക്കൊരു കുഴപ്പമില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും മേലെ കൂടെ തന്നെ പോകുന്നത്. ഏറ്റവും ഗുരുതരമായ തിന്മയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു പ്രശ്നമില്ലാത്ത എന്താ, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രശ്നം നമ്മൾ തന്നെ അറിയുന്നില്ല. ഇതുപോലെയാണ് ഏത് തിന്മ, ശരിക്കും ഏറ്റവും വലിയ തിന്മയാണ്. അപ്പോൾ അത് ചെയ്യുന്ന, അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം നീ എപ്പോൾ നോക്കിയാൽ അവങ്ങനെ നടക്കും, ഇങ്ങനെ ആക്കും, അവനവിടെ പോയാൽ പിന്നെ ശിർക്ക് ചെയ്യുമ്പോൾ നിനക്കത് പ്രശ്നമില്ലാതെ ആയിത്തീരും.